ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞങ്ങൾ ഏറ്റുമാനൂർക്കാർക്ക് ഒരു വലിയ വിശേഷ ദിവസമാണ്. ഇന്നാണ് ഏറ്റുമാനൂരപ്പൻ്റെ ആറാട്ട്. മണർകാട് ഏറ്റുമാനൂർ ബൈപ്പാസിൽ പൂവത്തുമൂട് കടവിൽ മീനച്ചിലാറിൻ്റെ കരയിലാണ് ഭഗവാന്റെ തിരുവാറാട്ട്. അവിടേക്കുള്ള എൻട്രിയാണ് ഈ റോഡ് കേട്ടോ. ലൈറ്റൊക്കെ ഇട്ട് പന്തലൊക്കെ ഇട്ട് നന്നായിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. രാത്രിയായാലും ഇങ്ങനെയൊന്നുമല്ല കേട്ടോ. കണ്ടോ, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇത് നമ്മുടെ കടവിലോട്ടുള്ള വഴിയാണ്. അത് മുഴുവൻ ലൈറ്റിട്ട് അലങ്കരിച്ച് വെച്ചിരിക്കുകയാണ്. രാത്രിയാണ് ഏറ്റവും ഭംഗി കാണാനായിട്ട്. ഇപ്പം ആരും ഇല്ലെന്നൊന്നും വിചാരിക്കേണ്ട. ഇന്ന് സന്ധ്യ തൊട്ട് ഇവിടെ ഭയങ്കര തിരക്കായിരിക്കും. നമുക്കൊന്ന് വരാനോ വീഡിയോ എടുക്കാനോ ഒന്നും പറ്റില്ല. സൂചി പോലും താഴെ വീഴാത്തത്ര തിരക്കായിരിക്കും കേട്ടോ ഈ വഴിയിൽ. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ വീഡിയോ എടുത്ത് കാണിക്കുന്നത്. ഇന്നിപ്പോൾ ഇവിടെ രാവിലെ നല്ല മഴയാട്ടോ. ഭയങ്കര മഴയില്ല, എന്നാലും ഭയങ്കര മൂടിക്കെട്ടി മഴച്ചാറ്റിലൊക്കെ നന്നായിട്ടുണ്ട്. വൈകുന്നേരം ആകുമ്പോഴത്തേനും മഴയൊക്കെ കുറയായിരിക്കും. ഇത് നമ്മൾ ആ ആറാട്ട് വഴിയാണ്. ഇതിലെ അങ്ങോട്ടേക്കാണ് പോകേണ്ടത്. ഇതിപ്പോൾ നമ്മൾ പുറത്തോട്ട് റോഡിലോട്ട് ഇറങ്ങുന്ന വഴിയാണ്. ഈ വഴിയിൽ അപ്പുറം ഇപ്പുറമുള്ള വീടുകളിലും കടകളിലും ഒക്കെ ഫ്രണ്ടിൽ പന്തലിട്ട് വെച്ചിരിക്കുകയാണ്. ഭഗവാൻ വരുമ്പോഴത്തേനും പറ വയ്ക്കാൻ വേണ്ടിയിട്ട്. ആറാട്ട് ഇങ്ങോട്ട് എഴുന്നള്ളി വരുമ്പോഴത്തേനും 8:30, 9 ആ സമയമൊക്കെ ആവും. തിരിച്ച് കുളിച്ച് കയറി പോകുമ്പോഴത്തേക്കും ചിലപ്പം വെളുപ്പിന് 2 മണി, 2:30 ആ സമയമൊക്കെ ആവും. ഈ ആറാട്ടിനൊരു പ്രത്യേകതയുണ്ട്. എന്താണെന്ന് വെച്ചാൽ, ഭഗവാൻ ആറാടുന്ന അതേ സമയത്ത് ഓപ്പോസിറ്റ് കരയിൽ പെരിങ്ങല്ലൂർ ഭഗവാന്റെ ആറാട്ടം നടക്കും. രണ്ടുപേരും ഒരേ സമയമാണ് ആറാടി കയറുന്നത്. നമ്മുടെ ഷോപ്പ് വരുന്നത് ഈ റോഡ് സൈഡിൽ തന്നെയാണ്. അപ്പോൾ നമ്മളവിടെ പറ വയ്ക്കുന്നുണ്ട് കേട്ടോ. ആ പറ ഭഗവാൻ കുളിച്ച് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴേ പറ എടുക്കുകയുള്ളൂ. അപ്പോഴത്തേനും ഒരു 2 മണിയൊക്കെ ആവുമേ. സന്ധ്യ തൊട്ട് ഇവിടെയുള്ള എല്ലാ സ്ഥലങ്ങളിലും ഓരോ കവലകളിലും ഭജനകളും പിന്നെ ഭക്തിഗാനമേളയും അങ്ങനെ ഒത്തിരി പരിപാടികൾ നടക്കുന്നുണ്ട്. ഉച്ചയ്ക്ക് ആറാട്ട് സദ്യയുണ്ട്, നമ്മുടെ കവലയിൽ ആറാട്ട് സദ്യയുണ്ട്. വൈകുന്നേരം അത്താഴക്കഞ്ഞിയുണ്ട്. ഇവിടെയുള്ള എല്ലാ നാട്ടുകാരും കടക്കാരും വീട്ടുകാരും ഇതിലെല്ലാം പങ്കെടുക്കുന്നവരാണ്. വഴി നീള ലൈറ്റിട്ട് പിന്നെ ഭഗവാൻ വരുമ്പം റോഡിൽ കൂടെ പൂവൊക്കെ വിരിച്ച് ഒക്കെ നല്ല ഭംഗിയാണ് കേട്ടോ. മാക്സിമം ഞാൻ പറ്റുന്ന പോലെ വീഡിയോ എടുത്ത് എല്ലാവർക്കും ഷെയർ ചെയ്യാം. എല്ലാവരും വീഡിയോ കാണണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഇനി ഉച്ചയ്ക്ക് നമുക്ക് ആറാട്ട് സദ്യ എണ്ണാൻ പോകാം. അപ്പോൾ ആറാട്ട് സദ്യക്ക് ഇവിടെ സാമ്പാറും പപ്പടവും അവിയലും അച്ചാറും പിന്നെ തോരനും കൂടെ അടപ്രഥമനും ഉണ്ടായിരുന്നു. അപ്പോൾ കേമായിട്ട് ആറാട്ട് സദ്യ ഉണ്ട്. അപ്പോൾ ഇനി വൈകിട്ടത്തെ വിശേഷങ്ങളുമായി വീണ്ടും വരാം. അതുവരെ ബൈ.